നിരാശ 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 ആകപ്പാടെ നിരാശനാണ് ഞാൻ. കാരണം നമ്മുടെ ദൃശ്യം 3 ജോർജ് കുട്ടിയുടെ വരവ് വീണ്ടും നീട്ടിവെച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. ഈ ഏപ്രിൽ 2 എന്നുള്ള ഡേറ്റ് ഉണ്ടല്ലോ, ഞാൻ ഈ ഡേറ്റ് ദൃശ്യം ഇറങ്ങുന്നു എന്നറിഞ്ഞപ്പം മുതൽ ആ ഡേറ്റ് ഇങ്ങനെ കളറിൽ വെട്ടിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് വരും, നാളെ വരും, ഇന്ന് വരെ അങ്ങനെ ഒരവസ്ഥയായിരുന്നു. അങ്ങനെ ഡേറ്റുകൾ നീണ്ടു പോകുന്നു. 23 ആകുന്നു, 24 ആകുന്നു. ഇനി അധിക ദിവസമില്ല എന്ന് കാത്തിരിക്കുമ്പോഴാണ് ദേ ഇടിത്തി പോലെ വാർത്ത വരുന്നത്. ദൃശ്യം 3 മാറ്റി വെച്ചിരിക്കുന്നു. മോഹൻലാലിൻ്റെ ബർത്ത്ഡേ 21 തീയതി പ്രമാണിച്ചാണ് ദൃശ്യം 3 ഇറങ്ങുന്നത്. അപ്പം ജോർജ് കുട്ടിയുടെ വരവ് വീണ്ടും നമ്മളെ കുഴപ്പിക്കുന്നു അല്ലേ. സിനിമ പോലെ തന്നെ ജോർജ് കുട്ടിയുടെ വരവ് നമ്മളെ കുഴപ്പിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ തന്നെ ഒരു വീഡിയോ ഇട്ടിരുന്നു, ചിലപ്പോൾ മാറ്റി വെക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തന്നെയാണ് ഇതിന് കാരണം വലിയ ഹൈപ്പിൽ നിൽക്കുന്ന ചിത്രമാണ്. ലോകമെമ്പാടുമുള്ള തിയേറ്ററിൽ റിലീസ് ചെയ്യാനിരിക്കുന്ന ചിത്രമാണ്. അപ്പം ഗൾഫ് മേഖലയിലൊക്കെ പല തിയേറ്ററും അടച്ചിട്ടിരിക്കുകയാണ്. ഏത് സമയത്ത് മിസൈൽ ആക്രമണമൊക്കെ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ. അതുകൊണ്ട് ദൃശ്യം മാറ്റിവെക്കുമെന്നൊക്കെയായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചത്. അതുപോലെ തന്നെ സംഭവിച്ചു. പക്ഷേ ആട് 3 എന്ന് പറയുന്ന ചിത്രം 5 ദിവസം കൊണ്ടൊക്കെ 100 കോടി നേടിക്കഴിഞ്ഞപ്പം വിദേശ രാജ്യങ്ങളിലൊക്കെ വമ്പം കളക്ഷനായിരുന്നു. അപ്പം നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ചിലപ്പോൾ മാറ്റിവെക്കത്തില്ല എന്ന്. പക്ഷേ ആട് 3ക്ക് മുകളിലാണ് ദൃശ്യം പ്രതീക്ഷിക്കുന്നത്. അതാണ് പ്രശ്നം. കാരണം അതുക്കും മേലെ എന്ന് പറയുന്ന അവസ്ഥയിലാണ് ദൃശ്യം 3 നമ്മൾ കാണുന്നത്. ഇനി മമ്മൂട്ടി മോഹൻലാൽ ചിത്രം, മഹേഷ് നാരായണ ചിത്രം റിലീസ് ചെയ്യാൻ ഇരിപ്പുണ്ട്. അത് മാറ്റിവെക്കുമോ ഇല്ലയോ എന്നാൽ നമുക്കറിയില്ല. May 21 എനിക്ക് സത്യം പറഞ്ഞ ഇഷ്ടം ഏപ്രിൽ 2 തന്നെയാണ്. ഏപ്രിൽ 2 എന്ന് പറയുന്നതൊരു നല്ലൊരു ഡേറ്റ് ആയിരുന്നു. കാരണം സ്കൂള് അടയ്ക്കുന്ന സമയം, ഫാമിലികൾ മൊത്തമായിട്ട് തിയേറ്ററിൽ പോകുന്ന സമയം, വിഷുക്കാലം, ഒന്നും പറയണ്ട, നല്ല മഴയൊന്നും ഇല്ലാത്ത അവസ്ഥ, ഒരു അടിപൊളി സമയമായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ വിദേശ രാജ്യങ്ങളിൽ എന്നൊക്കെ പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ കേരളത്തിലെ കളക്ഷൻ്റെ ഇരട്ടിയാണ് ഗൾഫ് മേഖലയിലൊക്കെ ഇപ്പം നേടുന്നത്. ഈ ആട് 3 ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2 ഇരട്ടിയൊക്കെ നേടി എന്നുള്ളതാണ്. കേരളത്തിൽ നേടുന്നതിനേക്കാൾ ഇരട്ടിക്ക് മുകളിൽ നേടിയിരിക്കുന്നതാണ് ആട് 3 എന്ന് പറയുമ്പോൾ. അപ്പം ഗൾഫ് മേഖല എന്ന് പറയുന്നത് മലയാളത്തെ സിനിമയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഘടകമാണ്. അവിടെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് തിയേറ്ററൊക്കെ അടയ്ക്കുമ്പം ചിത്രങ്ങളെ ബാധിക്കുമെന്ന് 100% നമ്മൾ ഉറപ്പാണ്. അതും പ്രകാരമാണ് നമ്മൾ വീഡിയോ ചെയ്തിരുന്നത്. ചിലപ്പം ദൃശ്യം 3 മാറ്റി വെക്കാനുള്ള സാധ്യത കാണുന്നത്. പിന്നെ അല്പം പ്രതീക്ഷ ഉണ്ടായിരുന്നത് ഈ ആട് 3യുടെ വിജയമാണ്. ആട് 3 വമ്പൻ വിജയം നേടുമ്പം ആ ദൃശ്യവും ഇറക്കും എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അതൊക്കെ മേലെ ഒരു വിജയമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റില്ലേ, കാത്തിരിക്കാം. ഇനി നമുക്ക് കുറച്ച് ദിവസം കൂടെ കാത്തിരിക്കേണ്ടി വരും. കാരണം May 21 എന്ന് പറയുന്ന ഡേറ്റിന് വേണ്ടി കാത്തിരിക്കും. പിന്നെ അതിലും പ്രശ്നങ്ങളുണ്ട്. മഴക്കാലമാണ് പിന്നെ വരാൻ പോകുന്നത്. എല്ലാം കാത്തിരുന്ന് കാണുക തന്നെ അല്ലേ. ഇനി ഏതൊക്കെ ചിത്രങ്ങൾ മാറ്റിവെക്കും എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. നിവിൻ പോളിയുടെ ചിത്രമുണ്ട്, ടൊവിനോയുടെ ചിത്രമുണ്ട്, പിന്നെ ലാലേട്ടനും മമ്മൂട്ടിയും കൂടെ വരുന്ന ചിത്രമുണ്ട്. എല്ലാ ചിത്രങ്ങളും മാറ്റിവെക്കുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. കാത്തിരുന്ന് കാണാം എന്ന് ഇപ്പം നമുക്ക് കിട്ടുന്ന വാർത്ത അനുസരിച്ച് ദൃശ്യം 3 മാറ്റിവെച്ചിരിക്കുന്നു. ഔദ്യോഗിക സ്ഥിരീകരണം തന്നെ വന്നിട്ടുണ്ട്. May 21 ലാലേട്ടൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ചിത്രം ഇറങ്ങുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. ഞാൻ വളരെയധികം നിരാശനാണ് ഈ കാര്യത്തിൽ. കാരണം ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കുന്നത് ലാലേട്ടൻ ചിത്രങ്ങൾ എല്ലാ മാസത്തിലും ഒരെണ്ണമെങ്കിലും കാണണമെന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുമ്പം വല്ലപ്പോഴും കൊല്ലത്തിൽ 2-3 ചിത്രങ്ങളാണ് ലാലേട്ടൻ ചിത്രങ്ങൾ വരുന്നത്. അത് തന്നെ ഇങ്ങനെ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ ഇത് മാറ്റി വെക്കാനും കൂടെ തുടങ്ങിക്കഴിഞ്ഞാൽ വല്ലാത്ത അവസ്ഥയാണ്. എൻ്റെ വിഷമം എത്ര പറഞ്ഞാലും പറഞ്ഞു തീർക്കാൻ പറ്റാത്ത വിഷമമാണ്. എന്ത് ചെയ്യാനാണ്. ഏതായാലും മാറ്റി വെച്ചാൽ നിർമ്മാതാക്കളിൽ കാശ് മുടക്കുന്നവരല്ലേ മാറ്റി വെക്കുന്നത്. നമുക്കെന്ത് ചെയ്യാൻ പറ്റും അല്ലേ. കാത്തിരിക്കാം, കാത്തിരുന്ന് കാണാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ ബൈ.